ഇനി ഇവരിവിടെ എങ്ങനെ കഴിയാൻ? ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് തിരിച്ചു വരുമ്പോൾ അയൽവാസിയായ ഒരു സ്ത്രീ ഞങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വന്നായിരുന്നു? ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കേട്ടറിഞ്ഞ് വന്നതാണ്. എന്നാലേ ആ ഓള് ചീത്തയാണ് കേട്ടോ എന്ന് പറഞ്ഞു. പിഴച്ചതാണ് അവള് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടം വന്നു. ഞങ്ങൾ വീണ്ടും കുറച്ചുകൂടി അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ ആണ് രാത്രി താമസിക്കാൻ പോകാറുള്ളത്, കിടന്നുറങ്ങാൻ പോകാറുള്ളത്. അപ്പൊ അവിടെയുള്ള ആളുമായി ബന്ധപ്പെട്ട് പിന്നെ പലതും അങ്ങനെ പ്രചരിച്ച് ഒടുവിൽ അവൾ ചീത്തയാണ് എന്ന് തീർപ്പിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അവൾ പിഴച്ചു പോയിട്ടുണ്ടോ, അവൾ ഹറാമ് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. പക്ഷെ ഒന്നാമത്തെ ദിവസം അവൾ ആ വീട്ടിൽ കിടന്നുറങ്ങാൻ പോയത് സുരക്ഷിതമല്ലാത്ത സ്വന്തം വീട്ടിൽ ഭർത്താവോ ആങ്ങളെയോ ഉമ്മയോ ആരും കൂട്ടിനില്ലാത്തപ്പോൾ ഒറ്റക്ക് കിടന്നുറങ്ങാൻ പേടിച്ചിട്ടാണ് അടുത്ത വീട്ടിലേക്ക് പോയത്. പക്ഷെ ഇനിയിപ്പോ അവൾക്കൊരു കുടുംബജീവിതമില്ല. ഇനിയിപ്പോൾ അവൾക്ക് എന്താണോ സമൂഹം നൽകിയ പേര്, ആ പേരനുസരിച്ച് ജീവിക്കുക എന്നതാണ് അവളുടെ മുമ്പിലുള്ള ഒരു മാർഗം. ഈ അർത്ഥത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽ തെറ്റായ ജീവിതം നയിക്കേണ്ടി വന്ന ആളുകൾ പോലും നമ്മുടെ ഈ പ്രദേശത്തുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെ ഭീതിതമായ ഗൗരവപ്പെട്ട ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ധാരാളക്കണക്കായ സ്ത്രീകൾ, പ്രവാസികളുടെ ഭാര്യമാർ, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുടെ ഭാര്യമാര് എപ്പോഴും ഒരു പ്രതീക്ഷയിലാണ്. 2 വർഷമെങ്കിലും കാത്തിരുന്നാലും 2 വർഷത്തിന് ശേഷം വരുമല്ലോ, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് വരുമല്ലോ എന്ന പ്രതീക്ഷയിലാണ്. ഇവിടുത്തെ നമ്മുടെ സഹോദരിമാർ യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ തികഞ്ഞ അനിശ്ചിതത്വത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താക്കന്മാരുണ്ടോ, അവർ വരുമോ, അവർ തലാക്ക് ചൊല്ലിയിട്ടുണ്ടോ, അവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത അനിശ്ചിതത്വത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സ്ഥിതിവിശേഷമാണ് അവിടെയുള്ളത്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുട്ടികൾ, നമ്മുടെ ഉപ്പയും ഉമ്മയും വല്ലിപ്പയും വല്യമ്മയും അമ്മാവന്മാരും അമ്മായിമാരും എല്ലാവരും കൂട്ടുചേർന്നാണല്ലോ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക. ആ കുട്ടിക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക. ഇങ്ങനെയൊക്കെ 4 ഭാഗത്തും നിന്ന് ആവശ്യമായ ശിക്ഷണങ്ങളും ഉപദേശങ്ങളും നൽകി കഴിഞ്ഞിട്ടും പലപ്പോഴും നമ്മുടെയൊക്കെ കുട്ടികൾ വഴിപിഴച്ചു പോകുന്നതിനെക്കുറിച്ച്, വഴിതെറ്റിപ്പോകുന്നതിനെ കുറിച്ചൊക്കെ സങ്കടപ്പെടുന്ന മാതാപിതാക്കൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇങ്ങനെ ഉപദേശിക്കാനും ശിക്ഷണം നൽകാനും വേണ്ട രീതിയിൽ മാർഗദർശനം നൽകാനും ആരുമില്ലാത്ത കുട്ടികൾ എന്താണ് ആയിപ്പോവുക എന്ന് ചിന്തിച്ചാൽ എവിടെയാണ് ഇത്തരം വീടുകളിലെ യുവാക്കൾ? എന്തുകൊണ്ടാണ് ഈ പട്ടിണി സഹിക്കുന്നിടത്ത്, ഈ അർത്ഥത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നിടത്ത് യുവാക്കൾ ഇല്ലാതെ പോയത് എന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഇങ്ങനെ ദുരിതങ്ങൾക്ക് മേൽ ദുരിതമുള്ള, കഴിക്കാൻ നല്ല ഭക്ഷണമില്ലാത്ത, ധരിക്കാൻ നല്ല വസ്ത്രമില്ലാത്ത, വിദ്യ അഭ്യസിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത, അങ്ങനെ വല്ലാതെ പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കായ ആളുകൾ ഈ മലയോരത്ത്, അതും നമ്മുടെ പ്രബുദ്ധ കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെയൊക്കെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട്, ആ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലയിൽ ഇത്തരത്തിലുള്ള ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യം കുഫറിലേക്ക് നയിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ കേട്ടത് തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ മലയോര മേഖലയിൽ ചെന്നാൽ. ഇവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, ഇവരുടെ ഇല്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഏജൻസികൾ അവിടങ്ങളിൽ ഉണ്ട്. വളരെ കൃത്യമായ ഒരു സർവേ, വളരെ നല്ല ഒരു അന്വേഷണം ഈ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തുകൊണ്ട് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അവിടെ നടത്തപ്പെട്ടിട്ടില്ല. എന്നാൽ ഒട്ടനേകം ആളുകളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ, ഇങ്ങനെ പ്രലോഭനങ്ങൾ കൊണ്ട്, ഭൗതിക വിഭവങ്ങൾ നൽകിക്കൊണ്ട്, അവരുടെ വിശ്വാസാചാരങ്ങളിൽ നിന്ന്, അവരുടെ മതപരമായ ബോധത്തിൽ നിന്ന് വഴിതെറ്റിച്ചു വിട്ടത് നമുക്ക് ആ മേഖലകളിൽ കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതോടൊപ്പം തന്നെ സുരക്ഷിതമല്ലാത്ത വീടുകൾ, പല വീടുകളുടെയും മേൽക്കൂരയും ചുവരുകളും എന്ന് പറയുന്നത് ഫ്ലക്സ് ഷീറ്റുകളാണ്. തീയതി കഴിഞ്ഞ പരസ്യ ഫ്ലക്സ് ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. കാട്ടുപന്നിയും കാട്ടാനയും ഇറങ്ങുന്ന, വന്യമൃഗങ്ങൾ ഇറങ്ങി വരുന്ന, അതോടൊപ്പം ഇടിയും മിന്നലും കാറ്റും മഴയുമൊക്കെ അതിൻ്റെ ഏറ്റവും ശക്തമായ രൂപത്തിലാണ് മലമ്പ്രദേശങ്ങളിൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഈ ഫ്ലക്സ് ഷീറ്റുകൾക്കുള്ളിൽ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അവർക്കുള്ളത്. ഇതേപോലെ ഒരു സ്ഥലത്ത് ഇത്തരം പ്രവർത്തനങ്ങളുമായി പോയപ്പോൾ എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അത് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ്. വളരെ ചെറിയ ഒരു കുടിൽ, ആ കുടിലിനടുത്ത്
നമ്മൾ എത്തിപ്പെട്ടു. അവരോട് നിങ്ങൾക്ക് ഭക്ഷണ കിറ്റ് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ചെന്നതാണ്. അവർ പറഞ്ഞു, എൻ്റെ വീട്ടിലൊരു തയ്യൽ മെഷീനുണ്ട്, ഞാൻ ആ മെഷീൻ ഉപയോഗിച്ച് അങ്ങ് താഴെയൊക്കെയുള്ള വീട്ടിലൊക്കെ പോയി എന്തെങ്കിലും കീറിയതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അടിച്ചു കൊടുത്ത് എൻ്റെ മക്കൾക്ക് എനിക്കും ജീവിക്കാൻ ആവശ്യമായ അരി ഞാൻ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഭക്ഷണ കിറ്റൊന്നും തരേണ്ടതില്ല. താഴേക്ക് പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് താഴെ വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്ന ദൂരമല്ല ഉള്ളത്. ഒരിക്കലും ഞാൻ ചെന്നപ്പോൾ ഒരു സ്ത്രീയെ, ഒരു വളരെ വൃദ്ധയായ ഒരു സ്ത്രീയെ കണ്ടൊരു വീട്ടിൽ രണ്ടാം തവണ ചെന്നപ്പോൾ കാണാതെ വന്നപ്പോൾ അവരോട് ചോദിച്ചു, ഉമ്മ എവിടെ പോയി? അവർ പറഞ്ഞു, ഉമ്മാന്റെ കാല് പൊട്ടിയിട്ട് കെട്ടിക്കാൻ വേണ്ടി താഴേക്ക് കൊണ്ടുപോയതാണ്. കൊണ്ടുപോയത് അവിടെ മരം മുറിക്കാൻ വേണ്ടി വന്നിരുന്ന തൊഴിലാളികൾ തിരിച്ചു പോകുമ്പോൾ അവരെ ഒരു കസേരയിൽ ഇരുത്തി താഴേക്ക് കൊണ്ടുപോയതാണ്. കാല് കെട്ടി 2 ദിവസമായി ഇങ്ങോട്ട് തിരിച്ചു കയറ്റി കൊണ്ടുവരാൻ ആളെ കിട്ടാത്തത് കൊണ്ട് താഴെ അവർ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇനി ആളെ കിട്ടുമ്പോൾ ഇങ്ങോട്ട് കയറ്റി കൊണ്ടുവരും. ഇതാണ് താഴെ മേലെ എന്നൊക്കെ പറയുന്നതിന്റെ ദൂരം. അപ്പൊ ഈ സ്ത്രീ പറയാണ്, ഞാൻ താഴേക്ക് പോയി ഇങ്ങനെയൊക്കെ അടിച്ചു ഒക്കെ കൊടുത്ത് ഞാൻ ജീവിക്കും. എനിക്ക് രാത്രി ഹറാമ് ചെയ്യാതെ കിടന്നുറങ്ങാൻ ഉള്ള ഒരു സ്ഥിതി ഉണ്ടാക്കി തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെയൊക്കെ നാട്ടിൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ഒക്കെ താമസിക്കുന്ന നാടോടികളായ ആളുകൾ രാത്രികാലങ്ങൾ അവർ സാരിത്തലപ്പുകൾ കൂട്ടിക്കെട്ടിക്കൊണ്ടാണ് കിടന്നുറങ്ങുക. ഒരാളെ ഉപദ്രവിക്കാൻ മെനക്കെട്ടാൽ മറ്റേയാള് വിവരമറിയാനും ഉണരാനും വേണ്ടിയുള്ള അവരുടെ ഒരു സ്വയം പ്രതിരോധ പ്രവർത്തനമാണ്. പക്ഷെ ഈ സഹോദരി പറയുന്നു, എനിക്ക് ഉറക്കെ കരഞ്ഞാൽ പോലും കേൾക്കാൻ അടുത്താരുമില്ല. മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വിവാഹം ചെയ്തു കൊണ്ടുവന്നതാണ്. ഇപ്പം 3 കുട്ടികളായി. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. വരുമെന്ന് അറിയില്ല, വരുമെന്നും പറയാൻ പറ്റില്ല, വരില്ല എന്നും പറയാൻ പറ്റാത്ത അനിശ്ചിതത്വത്തിലാണുള്ളത്. രാത്രികാലങ്ങളിൽ ചില ആളുകളൊക്കെ കള്ളൊക്കെ കുടിച്ചിട്ട് വരും. അപ്പോൾ ഞാൻ എതിർക്കാറില്ല. കാരണം എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ, എന്നെ അപായപ്പെടുത്തി എങ്ങോട്ടെങ്കിലും എന്നെ അപകടപ്പെടുത്തി കഴിഞ്ഞാൽ ഏതായാലും എൻ്റെ കുട്ടികൾക്ക് ഉപ്പാനെ കാണാനുള്ള, ഉപ്പയുടെ സഹായങ്ങളും വാത്സല്യങ്ങളും കിട്ടാനുള്ള അവസരമില്ല. ഇനി ഞാനും കൂടി ഇല്ലെങ്കിൽ എന്തായിരിക്കും കുട്ടികളുടെ അവസ്ഥ? അതുകൊണ്ട് ഞാൻ വഴങ്ങി കൊടുക്കേണ്ടി വരികയാണ്. നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഒരു സഹോദരി. അങ്ങനെ നമ്മുടെ കണ്ണിൽ നോക്കി സഹായം അഭ്യർത്ഥിക്കുന്ന, ഇത്ര മൂർച്ചയേറിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഈ കുടുംബങ്ങളെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പഠിക്കണം, അന്വേഷിക്കണം എന്ന ആഗ്രഹത്താൽ നമ്മൾ തീരുമാനമെടുത്ത് നമ്മൾ തീരുമാനിച്ച യാത്രകളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്താണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുക? നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചു. തീർച്ചയായും നമുക്കറിയാം, നമ്മളൊക്കെ തിരക്കിലാണ്. നമുക്ക് വ്യക്തിപരമായി തന്നെ ധാരാളം തിരക്കുകളുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ സമയം കണ്ടെത്തിയാൽ തന്നെ സംഘടനാപരമായ, പ്രാസ്ഥാനികമായ ഒട്ടേറെ ഉത്തരവാദിത്തങ്ങൾ വേറെയും നമ്മുടെ മുമ്പിൽ വന്നുപെടും. പ്രാദേശികമായി പള്ളി, മദ്രസ, കോളേജ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സേവന സംരംഭങ്ങൾ, ഇതൊന്നുമല്ലാതെ മുസ്ലിം സമുദായം ഒന്നിച്ചു നടത്തേണ്ടുന്ന വലിയ വലിയ പ്രോജക്റ്റുകൾ നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ എവിടെയാണ് കോഴിക്കോട് മലയോര മേഖലയിൽ താമസിക്കുന്ന നമ്മുടെ ഈ സഹജീവികളെ, എവിടെയാണ് അവർക്കൊരു സ്പേസ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചു. നമ്മൾ തിരക്കിലാണെങ്കിലും നമ്മൾ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ അവരെ വഴിയിൽ ഉപേക്ഷിച്ചു പോവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരുടെ ആവശ്യങ്ങളും അവരുടെ അന്വേഷണങ്ങളും കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അവർ നമ്മുടെ കണ്ണിലേക്ക് നോക്കി ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരം എന്തു പറയും എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ വീട്ടിന്റെ വാതിലിന്റെ ടവർ ബോൾട്ട് ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ, മഴ പെയ്ത് വാതിൽ പൊളി ഒന്ന് ചേർത്ത് തടിച്ച് നന്നായി അടയ്ക്കാൻ സാധിക്കാതെ വന്നാൽ നമ്മൾ എത്രയാണ് പ്രയാസപ്പെടാറുള്ളത്? നമ്മുടെ വീട്ടിൽ നിന്ന് ഗൃഹനാഥൻ ഒരു ദിവസം മറ്റെവിടെയെങ്കിലും പോകേണ്ടി വന്നാൽ തനിച്ചു കഴിയുന്ന സ്ത്രീ എത്രത്തോളം പ്രയാസപ്പെടാറുണ്ട്? എന്നാൽ അടക്കാൻ വാതിലില്ലാത്ത, ആ വാതിൽ വെക്കാൻ ചുവരില്ലാത്ത, വീട്ടിൽ ആൺതുണയില്ലാത്ത, ഒരു സുരക്ഷിതത്വവുമില്ലാത്ത ഈ സഹോദരിമാരെ നമുക്ക് ആ മലമുകളിൽ ഉപേക്ഷിച്ചു വരാൻ സാധിക്കുകയില്ല. അവിടെയാണ് നമ്മൾ തീരുമാനിച്ചത്, നമുക്ക് ആവുന്നത് ചെയ്യണം. എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ബാധ്യതയാണ്. ഒരുപക്ഷെ ഈ മേഖലയിലെ ജനങ്ങളെ നമ്മൾ അറിഞ്ഞിട്ടില്ല ഇത്രയും കാലം. ഈ മേഖലയിലെ ജനങ്ങളെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടില്ല ഇത്രയും കാലം.
ഇത്രയും കാലം നാം ആശ്വസിക്കുകയായിരുന്നു നമ്മുടെ നാട്ടിൽ പട്ടിണിയില്ല, പ്രയാസങ്ങളില്ല എന്ന്. പക്ഷെ കണ്ടെത്തിയ സ്ഥിതിക്ക് അള്ളാഹുവിന്റെ എന്തോ ഒരു നിശ്ചയപ്രകാരം നമ്മൾ അവിടെ എത്തിപ്പെടുകയായിരുന്നല്ലോ. അവരെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് അവരുടെ വിഷയത്തിൽ ഇടപെട്ടേ മതിയാവും. നമ്മൾ ആദ്യം ചെയ്തത് അവർക്ക് ഭക്ഷണ കിറ്റുകൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ്. വയ്യാതായാൽ കഞ്ഞി വെക്കാൻ അരി പാത്തു വെച്ച് കഴിയുന്ന കുടുംബങ്ങൾക്ക് ഭക്ഷണത്തിന് ആവശ്യമായത് കൊടുക്കുക എന്നതായിരുന്നു നമ്മൾ ചെയ്തത്. അത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയും മലമുകളിൽ എത്തിപ്പെടേണ്ടതുണ്ട്, അവിടങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ആ പ്രവർത്തനം തുടങ്ങി വെച്ചിരിക്കുന്നു. അതോടൊപ്പം നമ്മൾ ചെറിയ ചില കടം വീട്ടാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങി. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ ഒരു അബൂബക്കർ എന്ന് പേരുള്ള ഒരു വ്യക്തിയുണ്ട്. ആ വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ അയാളും അയാളുടെ ഭാര്യയും മാത്രമാണ് ഉള്ളത്. കടം വന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വല്ലാത്ത പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കടം വന്നത്? ദൂർത്തടിച്ചതോ ദുർവ്യയം ചെയ്തതോ അല്ല. ഒരു കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടി രോഗിയായാണ് ജനിച്ചത്. ആ കുട്ടിയെ കൊല്ലങ്ങളോളം ചികിത്സിച്ചു. എല്ലാ ആരോഗ്യ രംഗത്തുള്ള അലോപ്പതിയും ഹോമിയോപ്പതിയും എല്ലാം മാറി മാറി പരീക്ഷിച്ച് വർഷങ്ങൾക്ക് ശേഷം ആ കുട്ടി മരിച്ചുപോയി. അതോടെ ഇദ്ദേഹത്തിന്റെ വീട് വിറ്റു, സ്ഥലം വിറ്റു, ഭാര്യയുടെ സ്ഥലം വിറ്റു. കുട്ടി മരിച്ചതോടുകൂടി ഭാര്യ മാനസിക രോഗിയായി. പിന്നെ അവളുടെ ചികിത്സ ഒരു ബാധ്യതയായി വന്നു. ഇങ്ങനെ ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നപ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇറങ്ങി നടക്കുകയാണ്. അദ്ദേഹത്തെ വേറൊരാള് അന്വേഷിച്ച് തിരിച്ച് വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കിയിരിക്കുന്നു. കടമാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. എല്ലാം ഒരു കടലാസിൽ എഴുതി തരാൻ ആവശ്യപ്പെട്ടു. എല്ലാം എഴുതി നോക്കുമ്പോൾ 1,85,500 രൂപയാണ് അദ്ദേഹത്തിന്റെ കടം. ഒരു സാധാരണ നിലയിൽ നമ്മുടെയൊക്കെ ജീവിതാവസ്ഥ പരിഗണിക്കുമ്പോൾ 1,85,500 എന്നത് ഒരു ജീവിതം പ്രയാസപ്പെടാൻ മാത്രമുള്ള ഒരു സംഖ്യയായി നമുക്ക് തോന്നില്ല. കാരണം നമ്മുടെ ഒരു റേഞ്ച്, നമ്മുടെ ഒരു ഇടപാടിന്റെ ഒക്കെ ഒരു വിധാനം അതാണ്. പക്ഷെ ഇവരുടെ ജീവിതാവസ്ഥയിൽ ജീവിതം വഴിമുട്ടിപ്പോകാൻ അത് തന്നെ വലിയ സംഖ്യയാണ്. ആ കടക്കാർ മുഴുവനും നമ്മൾ പോയി കണ്ടു. ഞങ്ങൾ തരും ഇത് എന്ന് പറഞ്ഞ് ഏറ്റെടുത്തു. അദ്ദേഹത്തോട് ഇനി ചോദിക്കരുത് എന്ന് പറഞ്ഞു. ഞങ്ങൾ അത് ഏറ്റെടുത്തു. ഫേസ്ബുക്കിലൂടെ വിഷയങ്ങൾ പറയുകയും നമ്മുടെ സുഹൃത്തുക്കൾ അതിനോട് നന്നായി പ്രതികരിക്കുകയും ആ കടങ്ങളെല്ലാം നമ്മൾ കൊടുത്തു വീട്ടുകയും ചെയ്തു. ഈ മനുഷ്യനെ വീട്ടിൽ കാണാൻ ചെന്നപ്പോൾ വീട്ടിൽ അകത്ത് നിന്ന്, ആ ചെറിയൊരു കുടിലിന്റെ അകത്ത് നിന്ന് 2 ആളുകൾ സംസാരിക്കുന്നു. അപ്പൊ ചോദിച്ചു, ഇവിടെ നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ആരാണത്? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഉമ്മയും ഭാര്യയുടെ അനുജത്തിയുമാണ്. അപ്പൊ അവര് ആ വീട്ടിൽ വന്നതാണ്. അവരുടെ യഥാർത്ഥത്തിൽ അവർ താമസിക്കുന്നത് അദ്ദേഹം മുറ്റത്തിറങ്ങിയിട്ട് അപ്പുറത്തൊരു കുന്ന് കാണിച്ചു തന്നു. അതിന്റെ മുകളിലാണ് അവരുള്ളത്. ഇവിടെ ഈ വീട്ടിൽ ഇപ്പൊ വന്നത് എന്താന്ന് ചോദിച്ചാൽ, 2 ദിവസം മുമ്പ് നമ്മളൊരു ഭക്ഷണ കിറ്റ് കൊടുത്തിരുന്നു. ആ ഭക്ഷണ കിറ്റ് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടാണ് ഇവര് അവിടെ വന്നിട്ടുള്ളത്. അഥവാ അത് തീരുന്നത് വരെയെങ്കിലും പട്ടിണി കൂടാതെ ജീവിക്കാൻ വേണ്ടി ഭാര്യയുടെ അനുജത്തിയെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. ഭാര്യയുടെ ഉമ്മ അനുജത്തിയും മാത്രം ഒരു കുടിയിൽ താമസിക്കുകയാണ്. അവർ വന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾ അവർ പലപ്പോഴും കടം വാങ്ങി വലഞ്ഞ് ജീവിക്കുന്നവരാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ചില ഏജൻസികളെങ്കിലും ഇതൊക്കെയും ദുരുപയോഗപ്പെടുത്തുന്നവരുമാണ്. അത്തരം ചില കുടുംബങ്ങൾക്ക് ചെറിയ ചെറിയ സഹായം ചെയ്തുകൊണ്ട് വായ്പകൾ വീട്ടുക എന്ന ഒരു പ്രവർത്തനവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതാനും ചികിത്സാ സഹായങ്ങൾ, വീട് റിപ്പയറിനുള്ള സഹായങ്ങൾ. കഴിഞ്ഞ അധ്യയന വർഷാരംഭത്തിൽ നമ്മൾ പഠനോപകരണ വിതരണം നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം ചെറിയ ചെറിയ ഉത്ബോധന പരിപാടികൾ, ദീനി സംരംഭങ്ങൾ, ക്ലാസുകളും നമ്മൾ ആരംഭം കുറിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു താൽക്കാലിക സ്വഭാവത്തിൽ ഉള്ളതാണ്, അല്ലെങ്കിൽ പ്രാഥമിക സ്വഭാവത്തിൽ ഉള്ളതാണ്. എല്ലാ കാലത്തും അവർക്ക് ഭക്ഷണ കിറ്റ് കൊണ്ടുപോയി കൊടുക്കാൻ നമുക്കും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എല്ലാ കാലത്തും ഭക്ഷണ കിറ്റുകളുമായി വരുന്നവരെ പ്രതീക്ഷിച്ചിരിക്കാൻ അവരെയും വിട്ടുകളയാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ആളുകൾ, വൈകല്യം ബാധിച്ചിട്ടുള്ള ആളുകൾ, ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയുമില്ലാതെ കഴിയുന്ന ആളുകൾ, അവരിങ്ങനെ തന്നെ വല്ല സഹായങ്ങളുമൊക്കെ കിട്ടി അവരുടെ ജീവിതം അങ്ങ് അവസാനിച്ചു പോയേക്കാം. പക്ഷേ അവരുടെ ഒരു അടുത്ത തലമുറ, ആ അടുത്ത തലമുറക്കെങ്കിലും നമ്മുടേതായ ഒരു ജീവിതാവസ്ഥയിലേക്ക് കടന്നു വരാൻ സാധിക്കേണ്ടതുണ്ട്. അതിന് അവരെ നേർവഴിയിൽ നയിക്കണം. അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകണം. അവരെ യഥാർത്ഥത്തിൽ തന്നെ പുനരധിവസിപ്പിക്കണം. നമ്മളെപ്പോലെ ആഗ്രഹങ്ങളും വിചാരങ്ങളും ഉള്ള മനുഷ്യർ തന്നെയാണ് അവര് എന്ന് നമ്മൾ തിരിച്ചറിയണം.
അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെയായി, എന്തുകൊണ്ട് നമ്മളിങ്ങനെയായി എന്നത് പടച്ചതമ്പുരാന് മാത്രം അറിയാവുന്ന ഒരു യുക്തിയാണ് എന്നും ഒരു പരീക്ഷണമാണ് എന്നും നമ്മൾ തിരിച്ചറിയുന്നു. ആ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികളെക്കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 8 പദ്ധതികൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിലൊന്ന് കനിവ് വീട് എന്നാണ് നമ്മൾ പേര് കൊടുത്തിട്ടുള്ളത്. ഈ മലയോര മേഖലയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറ്റ്യാടി മുതൽ കക്കാടംപൊയിൽ വരെ നീണ്ടു നിൽക്കുന്ന ഈ വലിയ മേഖലയിലെ മുഴുവൻ ആളുകളെയും നമ്മൾ വേറെ വീടുണ്ടാക്കി താമസിപ്പിക്കുക എന്നത് പ്രായോഗികമല്ല. എന്നാൽ വന്യജീവികളെ കൊണ്ട് പ്രയാസപ്പെടുന്ന, ആൺതുണയില്ലാത്ത നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സഹോദരിമാർ, അതുപോലെ തന്നെയുള്ള വൃദ്ധരായ വികലാംഗരായ ഏതാനും ആളുകളെ നമുക്ക് അടിയന്തര സ്വഭാവത്തിൽ തന്നെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക്. അതിനെയാണ് നമ്മൾ കനിവ് വീട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, അവർക്ക് വേണ്ടി സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ഷൻ യൂണിറ്റുകളും നമുക്ക് ആരംഭിക്കേണ്ടതായി ഉണ്ട്. സ്വയം അഭിമാനത്തോടു കൂടി അവർക്ക് വരുമാനം ലഭിക്കുവാനും അഭിമാനത്തോടു കൂടി ജീവിക്കുവാനും അവരെ പര്യാപ്തരാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതി അവർക്ക് വേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ദാരിദ്ര്യാവസ്ഥകളിൽ ഇത്തരത്തിൽ യഥാർത്ഥ വഴിയെക്കുറിച്ച്, സന്മാർഗത്തെക്കുറിച്ച് വേണ്ട അളവിൽ ബോധം ലഭിക്കാത്ത ആളുകളെ പിടികൂടുന്നതാണല്ലോ ലഹരി. അതവരെ കൂടുതൽ ദരിദ്രരാക്കുകയും കൂടുതൽ നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. നമുക്ക് ഡി അഡിക്ഷൻ സെന്റർ വേണ്ടതുണ്ട്. അതോടൊപ്പം നമുക്ക് റീഹാബിലിറ്റേഷൻ സെന്റർ വേണ്ടതുണ്ട്. നമുക്ക് ഹെൽത്ത് സെന്റർ വേണ്ടതുണ്ട്. നമുക്ക് അവർക്ക് വേണ്ടി ആത്മീയമായ സംസ്കരണവും ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൾച്ചറൽ സെന്റർ നമുക്ക് ആവശ്യമുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ സിനർജിയെക്കുറിച്ച്. ആരും നോക്കാനില്ലാത്ത വനിതകളെ അഭയം നൽകി സംരക്ഷിക്കുന്ന സിനർജി ഇപ്പോൾ താൽക്കാലിക കെട്ടിടത്തിലാണുള്ളത്. അതിന് ഒരു നല്ല കെട്ടിടം വേണ്ടതുണ്ട്. അതോടൊപ്പം ഈ മലയോര മേഖലകളിലെ ആളുകൾക്ക്, കുട്ടികൾക്ക് ദീനീ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും നൽകാൻ ഉപകരിക്കുന്ന റെസിഡൻഷ്യൽ സ്വഭാവത്തിലുള്ള സ്കൂൾ നമ്മുടെ ഒരു സ്വപ്നമാണ്. ഇങ്ങനെ 8 പദ്ധതികൾ നമ്മളിപ്പോൾ സ്വപ്നം കാണുന്നു. ആ പദ്ധതികളിൽ പക്ഷേ ഏതിനാണ് മുൻഗണന നൽകേണ്ടത്, ഏതാണ് ആദ്യം ആരംഭിക്കേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വ്യക്തത കൈവരണമെങ്കിൽ കൃത്യമായ ഒരു സർവേ, ഒരു പഠനം നമ്മൾ നടത്തണം. ഒരുപക്ഷെ ആ മേഖലകളിലെ ഓരോ കുടുംബത്തെയും കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു സർവേ നടത്തുകയാണെങ്കിൽ ഈ 8 പദ്ധതികളല്ല അതിനപ്പുറത്തുള്ള ഒരു പദ്ധതിക്കാണ് മുൻഗണന നൽകേണ്ടത് എന്ന് നമുക്ക് ബോധ്യം വന്നേക്കാം. ഏതായാലും അന്വേഷണവും പഠനവും വളരെ കൃത്യമായി നടത്താൻ ആവശ്യമായ ചില നീക്കങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സർവേക്ക് ശേഷമാണ് ഏതിന് മുൻഗണന നൽകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പക്ഷെ നമ്മൾ ആലോചിച്ചു, ഒരു വശത്ത് ഈ പഠനങ്ങൾ നടക്കുന്നു, അതോടൊപ്പം തന്നെ ഭക്ഷണ കിറ്റുകളും ചികിത്സാ സഹായങ്ങളും ഒക്കെ നമ്മൾ നൽകുന്നു. എന്നാൽ ഏത് പ്രോജക്റ്റാണ് തുടങ്ങണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിലും, എന്ത് തീരുമാനിക്കപ്പെടുകയാണെങ്കിലും ആദ്യമായി നമ്മുടെ മുമ്പിൽ ആവശ്യമുള്ളത് അതിനു വേണ്ട സ്ഥലമാണ്, ഭൂമിയാണ്. മലയോര മേഖലയിൽ നമുക്ക് ഇതിനെല്ലാം ഉപകരിക്കുന്ന ഈ അവിടെയുള്ള അഗതികളെയും അനാഥരെയും വിധവകളെയും ജീവിക്കാൻ മാർഗമില്ലാത്തതിന്റെ പേരിൽ ആദർശത്തെ പോലും ഉപേക്ഷിക്കേണ്ടി വരുന്ന വളരെ പാവപ്പെട്ട അടിസ്ഥാന ജനവിഭാഗത്തെ പുനരധിവസിപ്പിക്കാൻ ആവശ്യമായ ഭൂമി നമുക്ക് കൈവശപ്പെടുത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത്. ആ മേഖലയിലൊക്കെ നമുക്ക് കിട്ടാവുന്ന, നമുക്ക് അന്വേഷിച്ച് എത്താൻ കഴിയുന്ന ഒരുപാട് മേഖലയിൽ നമ്മൾ ഭൂമി അന്വേഷിച്ച് ചെന്നു. പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടെത്തിയ ഭൂമി പക്ഷേ നമ്മുടെ പ്രോജക്റ്റുകൾക്ക് ഉപകരിക്കാത്ത എന്തെങ്കിലും ന്യൂനതകൾ, ഒന്നുകിൽ വെള്ളമുണ്ടാവില്ല, അല്ലെങ്കിൽ വഴിയുണ്ടാവില്ല, അതുമല്ലെങ്കിൽ രേഖകൾ കൃത്യമായി കൊള്ളണമെന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പല തടസ്സങ്ങളും നേരിട്ടപ്പോൾ നമ്മുടെ അന്വേഷണം തുടർന്നു കൊണ്ടുപോവുകയും ഒടുവിൽ നമുക്ക് വേണ്ടി തന്നെ ഒരുക്കി വെച്ചതുപോലെ ഉള്ള ഒരു ഭൂമി, ഒരു 10 ഏക്കർ സ്ഥലം, ഒരൊറ്റ കോമ്പൗണ്ടിൽ ഉള്ള ഒരു 10 ഏക്കർ സ്ഥലം നമ്മൾ കണ്ടെത്തിയതാണ്. അത് കട്ടിപ്പാറക്കടുത്തുള്ള ഒരു പ്രദേശമാണ്. നല്ല റോഡ് സൗകര്യമുള്ള, വഴിയുള്ള, ഒരതിര് തന്നെ ഒരു അരുവിയാണ്, വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു അരുവി അതിരായുള്ള, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മലയിടിക്കേണ്ടതില്ലാത്ത, വയൽ നികത്തേണ്ടതില്ലാത്ത നിരപ്പായ ഒരു സ്ഥലം. തെങ്ങും റബ്ബറും ആണ് ഇപ്പോൾ അവിടുത്തെ കൃഷി. താമരശ്ശേരി ടൗണിൽ നിന്ന് 20 മിനിറ്റ് മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന
ദൂരമാണ് അവിടേക്കുള്ളത്. അതിൻ്റെ പരിസര പ്രദേശങ്ങളും നമ്മുടെ ഈ സേവന സംരംഭങ്ങൾക്ക് ഉപകരിക്കുന്ന ആളുകൾ ആണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ഭൂമി നമുക്ക് കൈവശപ്പെടുത്തണം. നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു, അതിൻ്റെ ഉടമസ്ഥനുമായി സംസാരിച്ചു. ആ സ്ഥലം വാങ്ങി എഗ്രിമെന്റ് അനുസരിച്ച് അതിന് നൽകേണ്ട സമയത്ത് പൈസ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷനും അനുബന്ധ നടപടികളുമൊക്കെ സമയബന്ധിതമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ കടമായി കൊണ്ടാണ് ആ പണം ശേഖരിച്ച് നൽകുന്നത്. എന്നാൽ നമുക്ക് വളരെ കൃത്യമായി അത് സ്വന്തമാക്കാൻ സാധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അത് നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക എന്ന അന്വേഷണത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗം നമ്മുടെ മുൻഗാമികൾ സ്വീകരിച്ചിട്ടുള്ള ഒരു മാർഗമാണ്. ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അവർ ഇത്തരത്തിലുള്ള മാർഗത്തിൽ നൽകിയിട്ടുണ്ട്. നിലച്ചു പോകാത്ത സ്വതക്കയായിക്കൊണ്ട് ഖബറിടത്തിലേക്ക്, ബർസഖിയായ ജീവിതത്തിലേക്ക് ഫലം ലഭിക്കുന്ന സ്വതക്കത്തുൻ ജാരിയായിക്കൊണ്ട് അത് നിലനിൽക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് കേട്ടറിഞ്ഞ ആളുകൾ, ആ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾ, ഇത് കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, ഇതിനെക്കുറിച്ച് സുഹൃത്തുക്കളിൽ നിന്ന്, പരിചയക്കാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള പല ആളുകളും ഈ രംഗത്ത് നന്നായി തന്നെ ഇടപെട്ടിട്ടുണ്ട്. അവർക്ക് സാധ്യമായതിൻ്റെ പരമാവധി എല്ലാ ആവശ്യങ്ങളും കഴിച്ച് എല്ലാ ആർഭാടങ്ങൾക്കും ശേഷം ഇത്തരത്തിലുള്ള ഒരു നല്ല സംരംഭത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സാധിച്ചു കൊള്ളണം എന്നില്ല. എന്നാൽ അധിക ചെലവുകൾ മാറ്റിവെച്ചുകൊണ്ട് അല്പം പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഇത്രത്തോളം ദാരിദ്ര്യത്തിൻ്റെയും ഇത്രത്തോളം ദുരിതങ്ങളുടെയും അകത്ത് ഞങ്ങൾ പെട്ടില്ലല്ലോ എന്ന നന്ദിയുള്ള, അള്ളാഹുവിനോടുള്ള നന്ദിയുള്ള മനസ്സോടുകൂടി ഈ രംഗത്ത് നമുക്ക് ചെലവഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ആ മേഖലയിലുള്ള ജനങ്ങളെ ഭാവിയിൽ, ഇന്നല്ല നാളെ, ഭാവിയിൽ നമുക്ക് അവരെ പരിപൂർണമായി മോചിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മുടേതായ ഒരു വിഹിതം, നമ്മുടേതായ ഒരു സമ്പാദ്യം അവിടെയുള്ള അഗതികൾക്കും അനാഥർക്കും വിധവകൾക്കും വിശ്വാസം പോലും ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുള്ള ദുരിതബാധിതർക്കും വേണ്ടി നീക്കിവെക്കാൻ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ പരലോകത്തിന് അത് വളരെയധികം ഗുണം ചെയ്യുന്നതും അതോടൊപ്പം ആ സമൂഹത്തെ മോചിപ്പിക്കുന്ന മാർഗത്തിലുള്ള ഒരു നല്ല കാൽവെപ്പും ആയി തീരും. അതിന് ഇത് കേട്ട, ഇത് മനസ്സിലാക്കിയ മുഴുവൻ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും പങ്കാളിത്തം വേണം, ഇടപെടലുകൾ വേണം, സഹായം വേണം. അതിനെല്ലാം ഉപരിയായി ഈ ജനസമൂഹത്തിന് വേണ്ടി പ്രാർത്ഥന വേണം എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ മാർഗത്തിൽ പണിയെടുത്തിട്ടുള്ള ആളുകൾക്ക്, ഈ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചിട്ടുള്ള ആളുകൾക്ക്, ആഭരണം നൽകിയും പണം നൽകിയും ഇതിൽ പങ്കുവഹിച്ചിട്ടുള്ള മുഴുവൻ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അള്ളാഹു സുബ്ഹാനഹു തആല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാർഗത്തിൽ ഇടപെടാനും ഇറങ്ങിച്ചെല്ലാനും പണിയെടുക്കാനും പടച്ച തമ്പുരാൻ നമുക്കും അവസരം നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള കഠിന ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നമ്മുടെ കുടുംബത്തെ പരീക്ഷിക്കാതെ നമുക്കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതിന് പകരം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നല്ല ഇടം നൽകി നമുക്ക് എല്ലാവർക്കും ആശ്വാസം നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആനുണ്ട്, കാട്ടിണ്ട്, മലാനുണ്ട്, മുള്ളനുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഈ ഫോറസ്റ്റ് ഒന്നായിട്ട് ഇങ്ങനെ പോകുക, ആനക്കൂട്ട് ഒന്നായിട്ട്, ഏണ്ണൊക്കെ ഒന്നായിട്ട് അവിടെ ഈ മലയിൽ ഒരു വിധം സാധിക്കുന്ന പോലെ 5 സെന്റ് വാങ്ങാൻ സാധിക്കുന്ന പോലെ ഒക്കെ പോയി പോയി. മോന് 6 കൊല്ലായി ജനിച്ച് 4 മാസം 19 വയസ്സാകുന്ന വരെ കട്ടിപ്പാറ അങ്ങാടിയിൽ ഒരു ചെറിയൊരു സ്കൂൾ കാർ ഉണ്ടായിരുന്നു. അതിപ്പോൾ കൂട്ടിയിട്ടിട്ട് 2 മാസമായി. 2.5 ലക്ഷം റുപ്യ കാട്ടും. കൊടുക്കാനത്തെ ഒരു മാർഗമില്ലാണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ കടക്കാരെല്ലാം വന്ന് ബുദ്ധിമുട്ടാക്കിയിട്ട് ഇപ്പോൾ വീട് ഉറക്കാണ്ട് ഇപ്പോൾ 2 ചില്ലറ മാസമായി. ഇപ്പോൾ പിന്നെ മോൻ മരിച്ച് എൻ്റെ ശേഷം കൂടെ സുഖമല്ലാണ്ട് നിൽക്കുന്നു. കോളേജ് 6 കൊല്ലമായി കോളേജ് കടക്കാരിങ്ങനെ തെരഞ്ഞു വരുന്നു. ഞാൻ വീടിലേക്ക് പോയില്ല. പാട്ട് കോഴിക്കോട് അത് ചെല്ലുമ്പോഴത്തേനൊക്കെ ഓരോരുത്തർ എല്ലാവരും പൈസക്ക് ആവശ്യപ്പെട്ട് വരുന്നു.
ഇപ്പം ഇതാണെങ്കിൽ ഈ മുളും കഴുങ്ങ് അതിനൊക്കെ ഒരൊറ്റ കഴുങ്ങും ഇല്ലാണ്ട് കുറുക്കേട് മഞ്ഞളോളം വന്നു പോയി. മുളകും ഉണ്ടായിരുന്നു, അതും പറ്റ പോയി. ദുർഗവാട്ടം വന്ന് ഒന്നായിട്ടാണ് തുടങ്ങിയായിരുന്നു. ഇപ്പോഴൊന്നുമില്ല. ഞങ്ങൾ 10-50 കൊല്ലം ഉമ്മ അവിടെ വീട് വീണിട്ട് 10-5-8 കൊല്ലം ഈ ഭാഗം ആരും ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഇങ്ങനെ വോട്ടെടുക്കാനൊക്കെ മതി എല്ലാം ഉണ്ട്, ഓരോക്കെ അങ്ങ് തിരിച്ചു പോരുവാണ്. ആരും ഒന്നും സഹായം നന്ദിയില്ല. പിന്നെ വേനലായ ആന ഇറങ്ങി വരും, പിന്നെ പന്നിയായിട്ടൊന്നും ഉണ്ടാക്കിക്കൂടാ. അങ്ങനെയൊക്കെ ഉള്ള കുരങ്ങിൻ്റെ ശല്യമാണ്. ഞങ്ങളെന്തെങ്കിലും നട്ടാലൊന്നും ചെമ്പോ അങ്ങനത്തെ സാധനമൊന്നും കിട്ടൂല. കാല് ഒരു വാതക്കൂരുണ്ടായതാണ്. ഇപ്പോൾ എനിക്ക് തീരെ സ്വാധീനമല്ല. ഇപ്പം അങ്ങനെ തെറിച്ച് വീഴുക, പിന്നെ ആ കാൽക്കൊക്കെ എന്തെങ്കിലും പറ്റും. അങ്ങനെ തീരെ ഒരു സ്വാധീനമല്ല ശരീരത്ത് തന്നെ. പുറമേന്ന് വരുന്ന സഹായം കണ്ട ദൂരത്തു നിന്നൊക്കെ അങ്ങനെ നമ്മൾ വിവരം ഓല് വന്ന് അറിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ഓല് സഹായം വണ്ടി കയറ്റി ഇവിടെ കൊണ്ടുപോന്നിട്ട് കൊടുക്കുകയാണ്. അല്ലാണ്ട് ഇവിടെ ഉള്ളവർക്ക് കൊണ്ടൊന്നും കൊടുക്കാനാകില്ല. നാട്ടിലുള്ളവർക്ക് എല്ലാവരും ഒരുപോലെ ആർക്കൊണ്ടൊന്നും കൊടുക്കാനാകില്ല. ഞങ്ങളിവിടെ അമ്മയും ബാപ്പയും ഒരു ചെറിയ മകനെയുള്ളൂ. ഒരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. മരിച്ച് കുറച്ചായി. നാട്ടുകാർ കിറ്റൊക്കെ തന്നിട്ട് സഹായം ചെയ്ത് കൈയാണ്. ചെലവിനൊന്നും ഒരു ഒഴിവില്ല. ഇവിടെ ഒക്കെ കാടായി. അങ്ങനെ ആടുള്ളത് വിറ്റ്, അത് 25 സെന്റ് വിറ്റ് ആദ്യം തന്നെ ഒരു മോളെ കെട്ടിക്കാൻ എന്നെ കുട്ടിയാക്കി. അങ്ങനെ മലയിലേക്ക് പോകണം. അതിപ്പം 2 ആൾക്ക് പുരയില്ല, ഒന്നുമില്ല. ഒരു കൂലിപ്പുരയെ കൂടുക. സ്ഥലവും പുരയില്ലാത്ത ആൾക്കാരെ അങ്ങോട്ട് വരും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളവരാ വരിക. ഒരേത്തേക്ക് പോയാൽ മക്കൾക്കും ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ എനിക്കിതൊക്കെ ഇവിടെ തന്നെ